ആകാശവാണി കണ്ണൂർ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഹരിതവീഥിയിലേക്ക് സ്വാഗതം. ഇന്ന് ഹരിതവീഥിയിൽ കവുങ്ങ് കൃഷി അനുഭവങ്ങളുമായി കാസർഗോഡ് ജില്ലയിലെ കള്ളാർ പഞ്ചായത്തിലെ കൊട്ടോടി സ്വദേശി ശ്രീ എം രഞ്ജിത്ത് നമ്പ്യാർ. കാസർഗോഡ് ജില്ലയിലെ കർഷകർ പാരമ്പര്യമായി ചെയ്തുവരുന്ന കൃഷിയാണ് കവുങ്ങ് കൃഷി. ശാസ്ത്രീയമായ പരിചരണവും ശരിയായ ശ്രദ്ധയുമുണ്ടെങ്കിൽ മികച്ച വരുമാനം നേടാനാവുന്ന വിളയാണിതെന്ന് സ്വന്തം അനുഭവത്തിലൂടെ സാക്ഷ്യപ്പെടുത്തുന്നു ശ്രീ എം രഞ്ജിത്ത്. പരമ്പരാഗത രീതികളും ശാസ്ത്രീയ മുറകളും സംയോജിപ്പിച്ചാണ് ശ്രീ രഞ്ജിത്തിന്റെ കൃഷി. കള്ളാർ ഗ്രാമപഞ്ചായത്തിലെ കൊട്ടോടി വാഴവളപ്പ് ഒരു 20 ഏക്കറോളം വരുന്ന കൃഷിയിടത്തിൽ ശ്രീ രഞ്ജിത്ത് നമ്പ്യാറിന്റെ കൃഷിയിടമാണ്. ഇവിടെ പ്രധാനമായിട്ടും ചെയ്തിരിക്കുന്ന വിള എന്ന് പറയുന്നത് കമുകാണ്. കമുകിനെ വളരെ ശാസ്ത്രീയമായ രീതിയിൽ പരിപാലിച്ചു പോരുന്ന ഒരു തോട്ടമാണിത്. ഇത് ഈ കാണുന്ന കമുകിൻ തോട്ടം ഒരു എത്ര വർഷം കൊണ്ട് ഉണ്ടായതാണ്? എത്ര വർഷത്തെ പഴക്കമുള്ളതാണ്? ഒരു 30-40 വർഷത്തെ എഫേർട്ടാണ് ഈ തോട്ടം ഉണ്ടാകുന്നത്. ഇതൊരു കുടുംബസ്വത്തായിട്ട് കിട്ടിയ സ്ഥലമാണോ? അതെ അതെ അതെ, കുടുംബസ്വത്തായിട്ട് എൻ്റെ പിതാവിന്റെ കാലത്തെയുള്ള പരമ്പരയായിട്ട് കിട്ടിയ തോട്ടങ്ങളാണ്. അച്ഛൻ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ നട്ടുപിടിപ്പിച്ച കമുകാണ് ഇതൊക്കെ. അതെ, അച്ഛൻ അഭിഭാഷകനായിരുന്നു, കാഞ്ഞങ്ങാട് ബാറിലൊരു അഭിഭാഷകനായിരുന്നു. കൂടാതെ കാർഷിക മേഖലയിൽ പ്രവർത്തിച്ച ആളായതുകൊണ്ട് അച്ഛൻ്റെ കുടുംബ സ്വത്തായിട്ട് കിട്ടിയ ഈ തോട്ടങ്ങളാണ് ഈ കൊട്ടോടി വാഴവളപ്പിലുള്ളത്. അത് അച്ഛൻ്റെ ഒരു ഷെയറായിട്ട് കിട്ടിയാണ്. പിന്നീട് അച്ഛനത് ബാക്കി ഷെയറൊക്കെ സിസ്റ്റേഴ്സൊക്കെ വാങ്ങിച്ചിട്ടാണ് 20 ഏക്കർ തോട്ടം ഉണ്ടാക്കിയത്. ആദ്യം അത് നെൽകൃഷിയായിട്ടായിരുന്നു ഇവിടെ കൃഷി നടത്തിക്കൊണ്ട് പോകും. നെൽകൃഷിയായിരുന്നു. ആ നെൽകൃഷിയായിട്ടാണ് ഇത് അപ്പം കാലത്തിനനുസരിച്ച് നെൽകൃഷി ലാഭകരമല്ലാത്തത് കൊണ്ട് നമ്മളെ പിതാവ് ഈ കവുങ്ങ് കൃഷിയിലോട്ടൊക്കെ ഇറങ്ങി. കവുങ്ങ് കൃഷി ഇന്ന് കാസർഗോഡ് ജില്ലയിൽ വ്യാപകമായിട്ട് പരമ്പരാഗതമായിട്ടുള്ള പണ്ടത്തെ കാരണവന്മാർ കവുങ്ങ് കൃഷിയുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കവുങ്ങ് കൃഷി ആയി അച്ഛൻ പിന്നെ ഇത് മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരുന്നത്. അതിന് ശേഷം അച്ഛൻ്റെ കാലം കഴിഞ്ഞു. അച്ഛന് 4 മക്കളാണുള്ളത്. അതിൽ 3ാമത്തെ മകനാണ് ഞാൻ. അപ്പോൾ കൃഷിയുമായിട്ടുള്ള ഒരു വളരെ ബന്ധങ്ങളുള്ളതുകൊണ്ട് ഞാൻ കൃഷിയിലോട്ട് തിരിഞ്ഞു. ഒരാളെങ്കിലും കൃഷിയായിട്ടൊരു ചായ്വ് കാണിക്കുമല്ലേ എന്ന രീതിയിൽ അച്ഛൻ എൻ്റെ ചെറുപ്പത്തിലെ പരമ്പരാഗതമായിട്ടുള്ള ഈ കൃഷി, അച്ഛൻ ഉണ്ടാക്കി വെച്ച കൃഷി നശിച്ചു പോകാതിരിക്കുവാനും അതോടൊപ്പം അത് നിലനിർത്തി പോകാനും വേണ്ടി അച്ഛൻ എന്നെ കൃഷിയിലോട്ടേക്ക് ചെറുപ്പത്തിൽ എന്നെ കൂട്ടിക്കൊണ്ടുവന്ന് അതിൽ ആകർഷകനായിട്ടാണ് ഞാൻ കൃഷിയിലോട്ട് തിരിഞ്ഞത്. ഡിഗ്രി വരെ വിദ്യാഭ്യാസം ഞാൻ ചെയ്തതിന് ശേഷം കൃഷിയിലോട്ട് ഇറങ്ങി. ഇപ്പോൾ 35-40 വർഷമായി കൃഷിയുമായി മുന്നോട്ട് പോകുന്നു. അച്ഛൻ ഉണ്ടാക്കി വെച്ച ഈ കവുങ്ങ് കൃഷികളൊക്കെ നല്ല രീതിയിൽ ശാസ്ത്രീയമായി പരിപാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. നമുക്ക് മനസ്സിലാവേണ്ടത് തീർത്തും ശാസ്ത്രീയമായിട്ട് രീതിയിൽ ചെയ്തു പോകുന്ന ഒരു കമുകിൻ തോട്ടം തന്നെയാണ്. ഇതിപ്പോ ഈ കമുകിൻ തോട്ടം മാത്രം എത്ര സ്ഥലത്തുണ്ട്? കവുങ്ങും തോട്ടം 5 ഏക്കർ കവുങ്ങും തോട്ടം നിലവിലുണ്ട്. എത്രത്തോളം കവുങ്ങുകള്? ഈ ഇടക്കവുങ്ങ് അടക്കം ഒരു 4000-4500ഓളം കവുങ്ങ് ഇവിടെ കൃഷി ചെയ്തു വരുന്നു. കവുങ്ങ് കാലത്തിനനുസരിച്ച് പ്രകൃതിക്ഷോഭം മൂലം ശക്തമായ കാറ്റിൻ്റെ ഇടയിലെല്ലാം ഓരോ വർഷവും ഇതിൻ്റെ ഒരു 10-20% കവുങ്ങ് പൊട്ടിയിട്ടും കൂടാതെ മഞ്ഞളിപ്പ് രോഗവും കൊണ്ടും കൃഷിനാശം നമ്മൾക്ക് സംഭവിക്കുന്നു. അപ്പോൾ അത് പോയതിനനുസരിച്ച് ഇടവേളയായിട്ട് നട്ടുകൊടുത്തുകൊണ്ട് പരിപാലിച്ചു കൊണ്ട് പോകുക. അതാണ് ആ രീതിയിലാണ് പരമ്പരാഗതമായിട്ട് പണ്ടത്തെ കർഷകർ ചെയ്യുന്നത്. അതുപോലെയാണ് നമ്മളും തുടർന്നു കൊണ്ട് പോകുന്നത്. പുതുതായിട്ട് ഇനങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന സമയത്ത് ഇപ്പൊ നിലവിൽ വരുന്ന പുതിയ ഇനങ്ങൾ തന്നെ വെച്ച് പിടിപ്പിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ടോ? അതോ പരമ്പരാഗത ഇനങ്ങളിലേക്ക് തന്നെയാണോ നോക്കുന്നത്? ഇപ്പൊ പരമ്പരാഗതമായിട്ടുള്ള കൃഷി തന്നെയാണ് നിൽക്കുന്നത്. നമ്മൾ ഇവിടുത്തെ നല്ല ക്വാളിറ്റിയിലെ അടക്കേരെ വിത്തെടുത്ത് നമ്മൾ തന്നെ വിത്ത് പാകിയെടുത്ത് തൈയാക്കിയിട്ടാണ് ഇവിടെ നടാറ്. കാസർഗോഡ് ലോക്കലാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ള നമ്മുടെ അനുഭവം. കൂടാതെ കൂടുതൽ ഈൽഡ് നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് കാസർഗോഡ് ലോക്കൽ. കൂടുതൽ കാലം നിൽക്കുന്നത് ഈട് നിൽക്കും. അങ്ങനെ ആ രീതിയിലാണ് നമ്മൾ ആ കൃഷിയുമായിട്ട് പോകുന്നത്. ഇപ്പോൾ ഇവിടെ കാലത്തിനനുസരിച്ച് ശതമംഗള, മംഗള എന്നെല്ലാം പറഞ്ഞ് പല രീതിയിലുണ്ട്. ഇപ്പം മംഗള എന്നെല്ലാം പറഞ്ഞ് ഒന്നും വലിയ ലാസ്റ്റിങ് കുറവാണ്. ഇപ്പം കവുങ്ങ് എന്ന് പറയുമ്പോൾ അത് കുറേ നാൾ നീണ്ടു നിൽക്കണമെന്നില്ല. അപ്പം അതിലും ചില കാലാവധി കുറവാണ്. അതുകൊണ്ട് നമ്മൾ പരമ്പരാഗതമായിട്ട് നാടൻ കവുങ്ങ് കൃഷിയായിട്ടാണ് അതിൻ്റെ വിത്തെടുത്തിട്ടാണ് കൃഷി ചെയ്യുന്നത്. ഒരുവിധം എല്ലാം തന്നെ വിളവ് എടുപ്പ് നടക്കുന്ന ഒരു കവുങ്ങാണല്ലോ അല്ലേ? എല്ലാം കായ്ച്ചു തുടങ്ങുന്ന കവുങ്ങാണ് എൻ്റെ ഇടയിലുള്ളത്. എത്രത്തോളമാണ് ഒരു ശരാശരി ഉൽപാദനം എന്ന് പറയുമ്പോൾ ഒരു കവുങ്ങിൽ നിന്ന് എത്രത്തോളം ലഭിക്കുന്നുണ്ട്? ഒരു കവുങ്ങിൽ നിന്ന് ചുരുങ്ങിയത് നമ്മൾക്ക് ഒരു 10 കിലോ
അടക്കയോളം കിട്ടും. നല്ല വലിപ്പമുള്ള അടക്കകളാണ് അല്ലേ? വലിപ്പമില്ല. ഇത് കാസർഗോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കാസർഗോഡ് ഏരിയയിലാണ് ഏറ്റവും നല്ല അടക്ക. അത് കാസർഗോഡ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ കളാർ പഞ്ചായത്താണെങ്കിൽ അങ്ങോട്ട് വടക്കോട്ട് പോകുന്നതനുസരിച്ചാണ് ക്വാളിറ്റി കൂടുന്നത്. ബദിയടുക്ക റേഞ്ച്, കുറ്റിക്കോൾ റേഞ്ച്, അങ്ങോട്ട് വടക്കോട്ട് പോകുന്നതാണൊക്കെയാണ് ക്വാളിറ്റിയുടെ വ്യത്യാസമുണ്ട്. നമ്മുടെ ബദിയടുക്കയിൽ നിന്ന് ഇങ്ങോട്ട് തെക്കോട്ട് വരുമ്പോൾ ഇവിടെ ലേശം ക്വാളിറ്റിയുടെ വ്യത്യാസമുണ്ട്. അത് ക്യാംകോ എന്ന് പറയുന്ന സഹകരണ സ്ഥാപനത്തിലാണ് നമ്മൾ അടക്ക കൊടുക്കുന്നത്. അവർ ബദിയടുക്ക റേഞ്ചിന് വേറെ റേറ്റും നമ്മളെ ഇങ്ങോട്ട് വടക്കോട്ട് പോകുമ്പോൾ റേറ്റിന് ചെറിയ 5 രൂപയുടെ വ്യത്യാസം ഉണ്ടാകുന്നു. ഉണ്ട്. അതിപ്പോൾ ഇവിടെ കാഞ്ഞങ്ങാട് റേഞ്ചിൽ കൊടുക്കുന്നതിനെക്കാട്ടി 5 രൂപ വ്യത്യാസം നമ്മളെ ഈ കുറ്റിക്കോല് ഭാഗത്തുണ്ട്. കുറ്റിക്കോലിൽ നിന്ന് അങ്ങോട്ട് ബദിയടുക്ക റേഞ്ചിൽ പോകുമ്പോൾ പിന്നെയും 5 രൂപ അധികം കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മൾ 10-25 വർഷമായി ക്യാംകോ ആയിട്ടുള്ള അടുത്ത ബന്ധങ്ങളും ക്യാംകോയിൽ മാത്രമേ അടക്ക കൊടുക്കാറുള്ളൂ. അല്ലാതെ സ്വകാര്യ വ്യക്തികൾക്ക് അടക്ക കൊടുക്കാറില്ല. അപ്പോൾ ക്യാംകോയിൽ കൊടുക്കുന്ന ആ ബന്ധം വെച്ച് അവർ നമുക്ക് ഒരു മാന്യമായിട്ടുള്ള വില നമ്മളോട് സഹകരിക്കുന്നുണ്ട്. അതിപ്പോഴും തുടർന്നു പോകുന്നുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ ഒരു സ്വകാര്യ വ്യക്തികൾക്ക് കൊടുത്താൽ ഇവിടെ എക്സ്പ്ലോയിറ്റേഷൻ നമുക്ക് നടക്കുന്നുണ്ട്. അടക്ക കൊടുത്ത് മാന്യമായിട്ടുള്ള വില കിട്ടില്ല. അടക്കക്ക് വില തന്നാൽ അതിൻ്റെ തിരിവിന് വില കുറക്കുന്നുണ്ട്. അങ്ങനെ ഒരു ചൂഷണമാണ് ഇന്ന് സ്വകാര്യ മേഖലയിൽ നടക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഏറ്റവും ആശ്വാസകരമായിട്ട് ഈ ക്യാംകോ എന്ന് പറയുന്ന സഹകരണ സംഘമാണ്. അവർ പല രീതിയിലും കർഷകരെ സഹായിക്കുന്നുണ്ട്. സർക്കാർ തലത്തിലും ഇപ്പം നമ്മൾക്ക് പല സഹായങ്ങൾ കിട്ടുന്നുണ്ടെങ്കിലും അതിനേക്കാളുപരി ക്യാംകോ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ആ ഭാഗത്തു നിന്ന് കിട്ടുന്ന മറ്റു സഹായങ്ങൾ എന്തൊക്കെയുണ്ട് കർഷകർക്ക്? ക്യാംകോ എന്ന് പറഞ്ഞാൽ നമ്മൾക്കിപ്പോൾ അടക്ക കൊടുക്കുമ്പോൾ നമ്മളെ നല്ല ഒരു വില അവർ തരുന്നുണ്ട്. അതോടൊപ്പം നമ്മൾക്ക് ഡോളോമെറ്റ്, അതുമാതിരി തുരിശ് കൺസെഷണൽ റേറ്റിൽ നമ്മൾക്കൊരു 50% അല്ലെങ്കിൽ 30% റേറ്റ് കുറച്ച് നമ്മൾക്ക് തുരിശ് തരുന്നുണ്ട്. ഈ വർഷം നമുക്ക് ഡോളോമെറ്റ്, നല്ല ക്വാളിറ്റിയിലെ ഡോളോമെറ്റ് വിതരണം ചെയ്തിട്ടുണ്ട്. അതുമാതിരി ക്യാംകോൻ്റെ ജൈവവളം, നല്ല രീതിയിലുള്ള ജൈവവളം നമ്മോട് സഹായിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഡോർ സ്റ്റെപ്പിലേക്ക് എത്തിച്ച്, അതുമാതിരി ക്യാംകോൻ്റെ പർച്ചേസ് ഇൻസെൻറ്റീവ്സ് ഒരു 10 കിണ്ടൽ അടക്ക കൊടുത്താൽ ലാഭം കിട്ടിയതിനനുസരിച്ച് 2 രൂപ അധികം സഹായിക്കുന്നുണ്ട്. അതുമാതിരി ഡിവിഡൻഡ് അത് നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഒരു സഹായമാണ് ക്യാംകോൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾക്ക് ഉണ്ടായിട്ടുള്ളത്. നമ്മളിവിടെ ഈ കർഷകരെ ഒരു കൂട്ടായ്മ ഇവിടെ നടത്തുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ കർഷകർക്ക് മാത്രം യോജിച്ച ഒരു മൂവ്മെൻ്റ് ഇല്ല. കർഷകർക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവൻ്റെ പ്രശ്നങ്ങൾ പരിഹാരം ഇവിടെ ആരുമില്ല. അപ്പോൾ നമ്മൾ തന്നെ ഈ കളാർ മേഖലയിൽ കർഷകരെ സംഘടിപ്പിച്ച് ജയ് കിസാൻ ചാരിറ്റബിൾ സൊസൈറ്റി എന്ന് പറഞ്ഞൊരു സംഘടന രൂപീകരിക്കുകയും ആ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ കർഷകർ തന്നെ കൂട്ടായി സംസാരിച്ച് ഓരോ പ്രശ്നങ്ങൾക്ക് നമ്മൾ പരിഹാരം ഉണ്ടാക്കി പോകുന്നുണ്ട്. ഈ ജയ് കിസാൻ എന്ന് പറയുന്ന ഈ സംഘടന എങ്ങനെയാണ് നിങ്ങൾ പരസ്പരം കർഷകർക്ക് താങ്ങാവുന്നത്? ജയ് കിസാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കർഷകർക്ക് ഇവിടെ പല പ്രശ്നങ്ങളും വരുന്നുണ്ട്. മുമ്പ് നമുക്ക് കർഷകർക്ക് കിട്ടുന്ന ആനുകൂല്യത്തിൻ്റെ ഏറ്റവും ചെറിയ 5 ഏക്കർ വരെയുള്ള കർഷകനെ ചെറുകിട നാമമാത്ര കർഷകരായിട്ട് സർക്കാർ അംഗീകരിച്ച് അതിൻ്റെ എല്ലാ ആനുകൂല്യം നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഒരു 2 വർഷമായി സർക്കാർ ഇപ്പോൾ നികുതി വാങ്ങിക്കുന്നത് ഹെക്ടർ പ്രതി ആയതുകൊണ്ട് 2 ഹെക്ടർ വരെയുള്ള കർഷകനെ മാത്രമേ ചെറുകിട നാമമാത്ര കർഷകരായിട്ട് അംഗീകരിക്കുന്നുള്ളൂ. അപ്പോൾ ഒരു ഹെക്ടറിൻ്റെ 2 ഹെക്ടർ എന്ന് പറയുമ്പോൾ 4 ഏക്കർ 94 സെൻറ്റ്, 6 സെൻറ്റ് അധികമായി പോയി എന്നുള്ള രീതിയിൽ ഈ 5 ഏക്കർ ഉള്ള പരമ്പരാഗതമായി നമ്മൾക്ക് കിട്ടിക്കൊണ്ടുണ്ടായ ആനുകൂല്യം ഇപ്പോൾ നിഷേധിച്ചിരിക്കുകയാണ്. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ജയ് കിസാന്റെ മൂവ്മെന്റ് എന്താണ്? ഈ പ്രശ്നത്തിന് വേണ്ടി നിരന്തരം നമ്മൾക്ക് ഇങ്ങനെ അവിടെ ഇവിടെയും പോയി സമരം ചെയ്യാനോ കോലാഹലങ്ങൾ ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കാറില്ല. കർഷകരുടെ പ്രശ്നങ്ങൾ നമ്മളെ ഉന്നതാധികാരികളുടെ ശ്രദ്ധയിൽ നേരിട്ട് നമ്മൾ ഇടപെടും. കൃഷിമന്ത്രിക്കും അതുമാതിരി ഇവിടുത്തെ ഉദ്യോഗസ്ഥ വർഗ്ഗങ്ങളെല്ലാം നേരിട്ട് നമ്മൾ നിവേദനം കൊടുത്ത് അതിൽ പരിഹാരം കാണാൻ ശ്രമിക്കുന്നുണ്ട്. അതിൽ ഒരുപാട് കാര്യത്തിൽ ജയ് കിസാൻ ഈ കർഷകർക്ക് വേണ്ടി ഇടപെട്ട് കാര്യങ്ങൾ സാധിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സർക്കാർ പഞ്ചായത്തിൻ്റെ പദ്ധതികളെല്ലാം ഇപ്പോൾ ചെറിയ സഹായം നമുക്ക് ചെയ്യുന്നുണ്ട്. മറ്റിപ്പോ ഈ വർദ്ധിച്ചു വരുന്ന തൊഴിലാളി ക്ഷാമം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു പരിഹാരം നിങ്ങളുടെ സംഘടനയ്ക്കുള്ളിൽ നടക്കുന്നുണ്ടോ? പരസ്പരം കർഷകർക്കായിട്ട് ഇപ്പോൾ ഒരാൾക്ക് ഉണ്ടെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുന്ന രീതി നമ്മളെ കാർഷിക മേഖലയിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ പരമ്പരാഗതമായിട്ടുള്ള കർഷകർ ഈ കാർഷിക മേഖലയൊക്കെ കടന്നു വരില്ല. ഒന്നാമത് കൂലിച്ചെലവും എല്ലാം ഉള്ളത് കൊണ്ട് നമ്മൾക്കിപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നമ്മളൊരു പുതിയ മെക്കനൈസേഷനാണ്, പുതിയ തരത്തിലുള്ള മെഷീൻസ്. ഇപ്പോൾ ഇവിടെ കാട് വെട്ടുന്ന യന്ത്രങ്ങൾ നമ്മൾ തന്നെ അത് വാങ്ങിച്ച് കുറേ കർഷകർ സ്വയം കൃഷി ആ കാട് വെട്ടാൻ പഠിച്ച് അവർ തന്നെ ചെയ്തിട്ട് പോകുന്നു. അപ്പോൾ അതിലെല്ലാം നമ്മൾക്ക് എത്രയോ മാറ്റങ്ങളുണ്ട്. പിന്നെ അതുമാതിരി തൊഴിലുറപ്പ് തൊഴിലാളികൾ പല മേഖലകളിലും കർഷകരെ കവുങ്ങിൻ തടമെടുക്കൽ ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്യുന്നുണ്ട്.
നമ്മൾ പരസ്പരം ഒരു കർഷകരുടെ പ്രശ്നങ്ങൾ എന്തെല്ലാണെന്ന് അറിഞ്ഞ് നമ്മളെ അവരെ സഹായിക്കുക. മാർക്കറ്റിംഗ് ആയാലും മറ്റുള്ള മേഖലയിലായാലും നമ്മളെ അങ്ങനെ അറിഞ്ഞുകൊണ്ട് സഹായിക്കുക. അങ്ങനെ നമ്മൾ ചുരുങ്ങിയ ഒരു വർഷം 1.5 വർഷമായിട്ടുള്ളൂ ഒരു ജയ് കിസാൻ ചാരിറ്റബിൾ സൊസൈറ്റി നിലവിൽ വന്നിട്ട്. അപ്പോൾ കുറേ കടമ്പകൾ ഇനി കിടക്കാനുണ്ട്. അങ്ങനെ ആ രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടുപോകുന്നു. എത്ര പേരുള്ള ഗ്രൂപ്പാണത്? നമ്മളൊരു 150ഓളം മെമ്പർമാർ നമ്മൾക്കുണ്ട്. രജിസ്റ്റേർഡ് ഗ്രൂപ്പ്, രജിസ്റ്റേർഡ് ക്ലബ്ബ്, ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റേർഡ് ചെയ്തിട്ടാണ്. തികച്ചും കർഷകരാണ്. കർഷകന്റെ പ്രശ്നങ്ങൾ നമ്മൾ കൂട്ടായി ചർച്ച ചെയ്യും. കവുങ്ങിന് മഞ്ഞളിപ്പ് രോഗം കഴിഞ്ഞ 2 വർഷമായി ഇവിടെ വ്യാപകമായിട്ട് മഞ്ഞളിപ്പ് രോഗം വന്ന് കവുങ്ങ് കൂട്ടത്തോടെ നശിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ തന്നെ കർഷകരെ കൂട്ടായ്മ ഇരുന്ന് ഇതിനു വേണ്ടി ഞാനൊരു നിവേദനം സർക്കാരിലേക്ക് കൊടുത്തു. കൃഷിമന്ത്രിക്ക് നേരിട്ട് പരാതി കൊടുത്തു. കൃഷിമന്ത്രി നമ്മുടെ ജില്ലാതലത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് റിപ്പോർട്ട് ചെയ്ത് അവിടെ നിന്ന് നമ്മുടെ കാർഷിക മേഖലയിലെ വിദഗ്ധന്മാർ ഇവിടെ വന്ന് കൃഷി തോട്ടങ്ങൾ പരിശോധിച്ച് ഇങ്ങനെ ഇന്ന മരുന്ന് തെളിയിക്കണം എന്ന് പറഞ്ഞ് നമ്മൾക്കൊരു അതിനുള്ളൊരു പ്രതിവിധി തന്ന് അത് നമ്മളുടെ പരീക്ഷിച്ചുകൊണ്ട് നമ്മൾക്ക് ഒരുപാട് മാറ്റങ്ങൾ നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റി. അതുമാതിരി കൂട്ടായിട്ട് നമ്മൾ ഇതിനു വേണ്ടിയുള്ള മരുന്ന് വാങ്ങിക്കുമ്പോൾ കൺസെഷണലായിട്ടുള്ള റേറ്റിൽ കർഷകർക്ക് നൽകുവാനും നമുക്ക് സാധിക്കുന്നുണ്ട്. അങ്ങനെ ഈ മഞ്ഞളിപ്പ് രോഗത്തിന് ഒരുപാട് പ്രതിവിധി നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പൂർണ്ണമായും അത് വിട്ട് മാറിയിട്ടില്ല, എന്നാലും ഇപ്പോഴും ഉണ്ട്. അതെ, ഇപ്പൊ ഈ കമുകൻ തോട്ടത്തിന്റെ ഒരു പരിചരണം എന്ന് പറയുന്നത് എങ്ങനെയൊക്കെയാണ്? അതിന്റെ തീർത്തും ശാസ്ത്രീയമായ രീതിയിൽ തന്നെയല്ലേ അത് നടക്കുന്നത്? എങ്ങനെയൊക്കെയാണ്? തീർത്തും ശാസ്ത്രീയമായ രീതിയിലാണ് നമ്മൾ കവുങ്ങ് ചെയ്യുന്നുണ്ട്. കവുങ്ങിന് തടം എടുക്കുന്നുണ്ട്. കാലാകാലങ്ങളിൽ കവുങ്ങിന് തടം എടുക്കുന്നതെന്ന് പറഞ്ഞാൽ കവുങ്ങിന് പണ്ട് വെള്ളം ഈ പാളയോണ്ട് തേകുന്ന കോരി ഒഴിക്കുന്ന ഒരു കാലഘട്ടമുണ്ട് പരമ്പരാഗതമായിട്ട്. അതിനാണ് വലിയ തടം ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഇതെല്ലാം കാലത്തിനനുസരിച്ച് മാറ്റം വന്നു, സ്പ്രിംഗ്ലർ സിസ്റ്റമായി. അപ്പോൾ ഇതിന് വലിയ തടത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതിന് വേണ്ടുന്ന വളം ഇതിൻ്റെ ഇരട്ടേക്ക് ഇട്ട് കൊടുത്താൽ അതിന് കിട്ടും. അതുമാതിരി വളം തുറന്ന് ചെയ്യുന്ന രീതിയില്ല. ഇല്ല, തടം ഇങ്ങനെ തുറക്കേണ്ട ആവശ്യമില്ല. മണ്ണൊന്ന് നീക്കിയിട്ട് വളം ഇട്ട് കൊടുക്കുക. വളം ഇട്ട് കൊടുത്താൽ അതിന് പരിചരണം ഇങ്ങനെ ഷെയ്ഡ്, വേനൽക്കാലത്ത് ഷെയ്ഡിന് വേണ്ടി ഈ പാളകളും എല്ലാം അതിൻ്റെ പൊതയായിട്ട് ഇട്ട് കൊടുക്കും. മഴക്കാലത്ത് കൃത്യമായിട്ട് അതിന് മരുന്ന് തെളിക്കും. മഹാളിക്കും മരുന്ന് തെളിക്കുന്നു. ആദ്യകാലത്തൊക്കെ ഈ രോഗങ്ങളൊന്നും വ്യാപകമായിരുന്നില്ല. അപ്പോൾ ഈ മരുന്ന് തെളി നമ്മൾക്ക് ഈ നല്ല തുരിശ് അടിച്ചു കഴിഞ്ഞാൽ അത് ആ കവുങ്ങിനെ പ്രതിവിധിയായിട്ട് നിൽക്കും. ഇപ്പം കാലത്തിനനുസരിച്ച് തുരിശിൽ തന്നെ മായങ്ങൾ കറക്റ്റ് ഫലം കിട്ടുന്നില്ല. ക്വാളിറ്റി ഇല്ലാതെ തുരിശ് അടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾക്ക് അതുകൊണ്ടാണ് ഈ പ്രാവശ്യം വ്യാപകമായിട്ട് നമ്മളെ, അതുമല്ല കാലം തെറ്റി വന്ന അനിയന്ത്രിതമായിട്ടുള്ള മഴ കാരണമാണ് ഇവിടെ കൃഷിനാശം. നമുക്ക് ക്രോപ്പ് ലോസ് ഉണ്ടായിരുന്നു. ഒരു 50% ക്രോപ്പ് ലോസ് ഈ വർഷം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. വളരെ ബുദ്ധിമുട്ടിലാണ് കർഷകർ ഉള്ളത്. പൊതുവെ മണ്ണ് പരിശോധന കൃത്യമായിട്ട് നടത്തുള്ളൂ. എങ്ങനെയൊക്കെയാണത്? മണ്ണ് പരിശോധന നമ്മൾ കൃഷി വകുപ്പ് ഇടുന്ന മണ്ണ് വന്ന് സാമ്പിൾ എടുത്തുകൊണ്ടുപോയി പരിശോധിച്ച് അതിന് ഇത്ര അസിഡിറ്റി ഉണ്ട് കൃത്യമായിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വളം ഇടുന്നത്. ഇതിൻ്റെ അസിഡിറ്റി കുറക്കാൻ വേണ്ടിയിട്ട് ഡോളമേറ്റ് നമ്മൾ കൃത്യമായിട്ട് ഇടുന്നുണ്ട്. പൊടിയുണ്ട്, മറ്റേ മണി പോലത്തെ സാധനമുണ്ട്. അപ്പോൾ ആ മണി പോലത്തെ ഇത് ഇട്ട് കഴിഞ്ഞാൽ അതിന് 250 ഗ്രാംസ് ഒരു കവുങ്ങിന് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ മറ്റേ പൊടിയാണെങ്കിൽ 1 കിലോ ആണ് പറയുന്നത്. ഇത് 250 ഗ്രാംസ് കവുങ്ങിനും 350 ഗ്രാംസ് തെങ്ങിനിട്ട് കൊടുത്താൽ മതി. അങ്ങനെയാണ് നമ്മളിത് 2 വർഷമായി ഇത് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഈ മഴക്കാലത്ത് തെങ്ങിന് സാധാരണ വളപ്രയോഗം ചെയ്യുന്ന അതേ സമയത്ത് തന്നെയാണ് കമുകിനും ചെയ്യുന്നത്. ഒരു തവണയാണോ വർഷത്തിൽ? വർഷത്തിൽ ഒരു തവണയാണ് വളം ഇട്ട് കൊടുക്കാറ്. അതിപ്പോൾ മഴ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ജൂൺ ജൂലൈ മാസത്തിൽ പരമ്പരാഗതമായിട്ടുള്ള കർഷകർ ആരും വലിയ പണി എടുപ്പിക്കൂല. എന്നാൽ മഴ കൂടുതലാകുമ്പോൾ നമ്മൾ ചിങ്ങമാസം ആകുമ്പോഴാണ് ഇതിൻ്റെ പണിയൊക്കെ തുടങ്ങും. അപ്പോൾ കൃത്യമായി അതിന് വളം ചെയ്ത് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ കാലാവസ്ഥയുടെ വ്യതിയാനം കൊണ്ട് നമ്മൾക്ക് ഭയങ്കര പ്രശ്നങ്ങളുണ്ട്. വിളവെടുപ്പിന്റെ ഒരു രീതി ഇപ്പൊ ഈ ഇത്രയും തോട്ടം പരിപാലിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ജോലിക്കാരുടെ ആവശ്യം ഉണ്ടല്ലോ. എത്ര പണിക്കാർ ഇവിടെ ജോലിക്കുണ്ട്? സ്ഥിരമായി 5 പണിക്കാരുണ്ട്. അവർ തന്നെ എല്ലാ ഏകദേശം പണികളൊക്കെ അവർ ചെയ്യും. കാട് വെട്ടി ഇപ്പോൾ വൃത്തിയാക്കി കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ 3 തവണ, ഒക്ടോബർ ഒരു മാസത്തിൽ ഒരുക്കിയാണ് അടക്ക പറിക്കൽ. ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി ആകുമ്പോഴേക്ക് ഏകദേശം അടക്ക തീരും. ഇപ്രാവശ്യം കുറച്ച് നേരത്തെ അടക്ക പഴുത്തത് കാണാം. കുറെ വീണ് കിട്ടി. ഇനിയിപ്പോൾ നടുപ്പൊളിയുടെ അടക്ക ഇപ്പോൾ പറിക്കും അടുത്ത ഒരാഴ്ചയുള്ളിൽ. പറിക്കുക തൊഴിലാളികളെ വെച്ച് കയറി പറിക്കുന്ന തോട്ടി വെച്ച് പരമ്പരാഗതമായിട്ടുള്ള അതിനുള്ള ലേബേഴ്സ് ഉണ്ട്. അവർ വന്നിട്ട് പറിക്കും. പെറുക്കിയെടുക്കാനും എല്ലാറ്റിനും ലേബേഴ്സ് ഉണ്ട്. അങ്ങനെയാണ് കാര്യങ്ങൾ. അതിനുശേഷം നമ്മൾ നേരത്തെ കണ്ടു അവിടെയുള്ള ഫാം ഹൗസിൽ ഗോഡൌണിൽ കൊണ്ടുവന്നിട്ട് അവിടെയാണ് സംഭരിക്കുന്നത് അല്ലേ? ഉണക്കിയിട്ട് വെക്കുന്നത്. ഈ അടക്ക ഉണക്കാൻ വേണ്ടിയിട്ട് ഒരു മഴമറ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്.
മണമറയിൽ നമുക്ക് ഉണക്കിയിട്ടാൽ ഏകദേശം ഒരു 40 വെയിൽ കൊണ്ട് 20-25 വെയിൽ കൊണ്ട് ഉണക്കിയെടുക്കാം. പക്ഷെ നമുക്കിവിടെ ടോട്ടൽ പറിക്കുമ്പോൾ 4-5 ലക്ഷം അടക്കലുണ്ടാകുമ്പോൾ അത് ഉണക്കണമെങ്കിൽ വലിയൊരു ഇത് വേണം. അതുമാതിരി അതിനുള്ള എക്സ്പെൻസും വേണം. അപ്പം ചെറിയ രീതിയിൽ നമ്മളത്, പിന്നെ മഴക്കാലത്ത് നമ്മൾക്ക് അടക്കയെല്ലാം ഈ കുളക്കടക്ക എന്ന് പറയും, മഴക്കാലത്ത് വീഴുന്ന അടക്കയുണ്ടാവും. ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ ചെറിയ ചെറിയ മഴയെല്ലാം വരുന്ന സമയത്ത് അടക്ക പഴുക്കും. അപ്പം അത് ഉണക്കിയിട്ട് പറ്റാതിരിക്കുമ്പോൾ ഈ അതിലേക്ക് കൊണ്ടുപോയിട്ട് മഴമറയിലിട്ട് കഴിഞ്ഞാൽ നല്ല സുഖമായിട്ട് അത് ഉണങ്ങിയിട്ട് എടുക്കാം. നല്ല ക്വാളിറ്റിയിലെ അടക്കയായിട്ട് കിട്ടും. അങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പൊ ക്യാംകോ വന്നെടുക്കുന്ന ഒരു രീതിയാ, ഇവിടെ തന്നെ വന്നെടുക്കുവോ? ക്യാംകോ എന്ന് പറയുന്ന സാധനം പിന്നെ നമ്മളൊരു 25 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് നമ്മളൊരു 10-25 കിണ്ടൽ അടക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ ക്യാംകോ ഓൺ വീൽ എന്നുള്ള ഒരു കാറ്റഗറിയിൽ പെടുത്തിയിട്ട് അവരിപ്പോൾ 20-25 കിണ്ടൽ അടക്ക ഇവിടെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അവർ ഇവിടെ വന്ന് അടക്ക എടുത്ത് ഇവിടെ നിന്ന് തന്നെ മാർക്കറ്റ് നോക്കി അവരടക്ക എടുത്തിട്ട് പോകും. അതെല്ലാം നമുക്കിപ്പോൾ വിൽപ്പന നടത്താണ്ട, നിങ്ങൾക്ക് ഒരു മാസം കഴിഞ്ഞ് ഒരു മാർക്കറ്റിൽ ചേഞ്ച് വന്നിട്ട് മാർക്കറ്റിൽ വിലയുള്ളൊരു സമയത്ത് കൊടുക്കണം. അവരവിടെ കൊണ്ട് അത് സൂക്ഷിക്കും. അവർ ചെയ്യുന്നത് അവർ സൂക്ഷിച്ചിട്ട് പിന്നെ അന്നത്തെ മാർക്കറ്റിൽ വിൽക്കാനുള്ള സൗകര്യം നമുക്ക് ചെയ്തു തരുന്നുണ്ട്. അത് എനിക്ക് അതിൻ്റെ ഒരു ഗുണം കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈ വർഷം 495 രൂപയുണ്ട് നമ്മളന്ന് അടക്ക കൊടുത്തത്. ഞാനത് അവിടെ സൂക്ഷിച്ചു ഒരു മാസം. ഞാൻ 530 ഇപ്പോൾ വിറ്റത്. അത് അങ്ങനത്തെ ഒരു വലിയ ഗുണം നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ വേറൊന്നുണ്ട്, ഇറിഗേഷന് ഞാൻ പറയാം. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കുടുംബൂര് ഒരു വലിയ ചെക്ക് ഡാമാണ്. ആ ചെക്ക് ഡാമിൽ നിന്ന് കനാലായിട്ട് ഇവിടെ നമ്മൾക്ക് വെള്ളം കിട്ടുന്നുണ്ട്. അത് പരമ്പരാഗതമായിട്ട് നമ്മളെ ഫോർഫാദേഴ്സ് ഇങ്ങനെ കൃഷിയിൽ ഇവിടെ ഈ നെൽകൃഷിയിലേക്ക് വെള്ളം എങ്ങനെ നനക്കാം എന്നുള്ള ഒരു ഐഡിയ ആക്കിയിട്ട് അവരുടെ തലയിൽ വന്ന ആ ഐഡിയ, എഞ്ചിനീയറിംഗ് ഐഡിയ വെച്ച് കുടുംബൂരിൽ നിന്നും 4.5 കിലോമീറ്റർ കനാൽ അവർ ഈ കാണുന്നതല്ലേ, ഇവിടെ ഇപ്പൊ സ്ഥിരമായിട്ട് വെള്ളം ലഭിക്കുമോ? കിട്ടും. ആ 4.5 കിലോമീറ്റർ കനാൽ അന്നത്തെ നമ്മുടെ ഫോർഫാദേഴ്സിന്റെ അവരെ ഐഡിയയുടെ എന്ന അടിസ്ഥാനത്തിൽ അവിടെ ഒരു കനാൽ കൊത്തി ഇവിടെ 4.5 കിലോമീറ്റർ കനാലാക്കി അവിടെ പുഴയിൽ വലിയ കല്ല് പായിച്ച് നമ്മളെ ടാർപ്പാളുണ്ട്, അത്താർപ്പായി ഇട്ടിട്ട് അതിൽ മണ്ണ് കൂട്ടി ഇട്ടിട്ടാണ് ഈ ചെക്ക് ഡാം ഉണ്ടാക്കിയത്. ഇപ്പം ഇങ്ങനെ കിടക്കും അല്ലേ? ഇതിപ്പോ മൈനർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഈ കനാല് സർക്കാർ ഏറ്റെടുത്തു. 87 വരെ നമ്മൾ തന്നെ കർഷകരുടെ പോയിട്ട് കൂട്ടായിട്ട് പോയിട്ടാണ് ഈ കനാല് കൊത്തി മെയിൻ്റെനൻസ് ചെയ്തിട്ട് നമ്മൾ വെള്ളം കൊണ്ടുവന്നുണ്ട്. അതിനുശേഷം പരമ്പരാഗതമായിട്ട് എല്ലാവരും പുതിയ ടെക്നോളജിയിലേക്ക് മാറിയല്ലോ. എല്ലാവരും ഡീസൽ മെഷീൻ കറണ്ട് മോട്ടറിലും വന്നപ്പാട് കനാലിൻ്റെ ഈ വെള്ളം ഉപയോഗിക്കാതെ കൊണ്ട് ഇത് നിന്നു. പിന്നെ 2000 ശേഷം സർക്കാർ തന്നെ അവിടെ കൊടുമ്പൂർ ചെക്ക് ഡാമിൽ ഒരു കനാല് പണിതിട്ട് ഇവിടെ കനാല് ഈ വലിയ കനാലിൽ തന്നെ കുറച്ച് മെയിൻ്റെനൻസ് ചെയ്തിട്ട് ഇപ്പോൾ ഇവിടെ വെള്ളം ഇവിടെ എത്തിക്കുന്നുണ്ട്. ഇപ്പൊ അതിന്റെ ടെൻഡറായി അത് വല്ലതും മെയിൻറ്റെയിൻ ചെയ്യും. മൈനർ ഇറിഗേഷൻ കാഞ്ഞങ്ങാട് ഡിവിഷൻ അവരത് ചെയ്ത് ഇവിടെ വെള്ളം എത്തിക്കുന്നുണ്ട്. അത് നമുക്ക് ഏറ്റവും ഗുണമാണ്. പരമ്പരാഗതമായി ഇതിങ്ങനെ ഒഴുകി വന്നുകൊണ്ടേയിരിക്കും. അത് നമ്മൾക്കൊരു ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ഈ വെള്ളം. നിൽക്കുന്നേ ഇല്ല, എപ്പോഴും വെള്ളം ഉണ്ടാവും. നമ്മളൊക്കെ അടക്കുന്ന സമയത്ത് രാവിലെ പല തുറക്കും. രാവിലെ 8 മണിക്ക് പല തുറന്നാൽ വൈകിട്ട് അടക്കും. അപ്പൊ കണ്ടിന്യൂസ് വെള്ളം വരും. അതല്ല 24 മണിക്കൂർ വേണമെങ്കിലും അത് വെള്ളം തരും. ആവശ്യത്തിനല്ലേ വേണ്ടു. അപ്പൊ അതിനനുസരിച്ചിട്ട് അത് നമുക്കൊരു വലിയ അനുഗ്രഹമാണ്. ഈ പ്രദേശത്തിലെ കർഷകർക്ക് തന്നെ ഏറ്റവും അനുഗ്രഹമായിട്ടാണ് കാണുന്നത്. അപ്പൊ അങ്ങനെയാണ് അങ്ങനത്തെ ജലസേചനത്തിന്റെ രീതി എന്ന് പറയുന്നത് അല്ലെ. ഇതിപ്പോ 10-30 വർഷമായിട്ട് ഈ ഫീൽഡിൽ തന്നെ തുടരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഈ കമുക് കൃഷിയുടെ കോട്ടങ്ങളെ പറ്റി ധാരാളം പറഞ്ഞു. പ്രതിസന്ധികൾ ഒരുപാടുണ്ട്, രോഗങ്ങളുണ്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ കൂടിയും എത്രത്തോളം സാധ്യതകൾ ഈ കമുക് കൃഷിയിൽ കാണുന്നു? കവുങ്ങ് കൃഷി എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ ഈ അടക്ക മെയിൻ നമ്മൾക്ക് പാക്കായിട്ടാണ് ഉപയോഗിക്കുന്നത്. അത് ഗുജറാത്തിലേക്കാണ് കൂടുതൽ പോകുന്നത്. അവിടെ ഈ കൃഷിയില്ല. അപ്പോൾ ഇവിടെ നിന്ന് വരുന്ന നല്ല ക്വാളിറ്റിയിൽ അടക്ക കൊണ്ടുപോകുമ്പോൾ അവിടെ ചെറിയ പാനിന് 2000 മുതൽ ഒരു പാക്ക് 2000 രൂപ മുതൽ അങ്ങോട്ടാണ് അതിൻ്റെ വലിയ വലിയ ഒക്കേഷൻ, മാരേജ് ഒക്കേഷൻ, ഇതെല്ലാം ഇങ്ങനത്തെ ഫംഗ്ഷനൊക്കെ 2000 രൂപയാണ് മിനിമം അതിൻ്റെ ഒരു പാക്കിൻ്റെ വില. അതിനനുസരിച്ചിട്ടാണ് ആടെ അങ്ങോട്ട് അത് ആടെ എത്രമാത്രം ചെലവ് ഇടുന്നുണ്ടോ അതിനനുസരിച്ച് നമുക്ക് വിലയും കിട്ടിക്കൊണ്ടിരിക്കും. അടക്കക്ക് ഒരു 400-ൽ കുറയാതെ മാർക്കറ്റ് ഇപ്പം കിട്ടുന്നുണ്ട്. ആ കിട്ടുന്നത് കൊണ്ടാണ് കർഷകർ ഒരു നല്ല രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. ഒരു കമുകിന് ഒരു ഉൽപാദന ചെലവ് എത്രയാണ്? ഒരൊറ്റ കമുകിന്റെ ചെലവ് നോക്കുമ്പോൾ അങ്ങനെ നമുക്ക് ചെലവെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏകദേശം ഒരു 1000 രൂപയെങ്കിലും ചെലവുണ്ടാവും. ഒറ്റ കമുകിന് വരും ഒരു വർഷത്തേക്കുള്ള പണി. നമുക്കിപ്പോൾ ഇതിന് ശേഷം ഒരു 7 lakhs rupees ഇവിടെ ചെലവ് ഒരു തോട്ടത്തിനായിട്ട് വരും അല്ലേ?
ഇത് നമ്മുടെ ഇതുമായിട്ട് തട്ടിച്ചു നോക്കുമ്പം ലാഭം എത്രത്തോളം നിൽക്കും? ലാഭം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് മറ്റു കൃഷികളെല്ലാം റബ്ബർ കൃഷിയും ഇതെല്ലാം ഉള്ളത് കൊണ്ട് കമുകിനെ മാത്രം ബേസ് ചെയ്തിട്ട് ലാഭം പറയാൻ പറ്റില്ല. കവുങ്ങ് കൃഷിയിലും നമുക്ക് നഷ്ടം എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് സുഖമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യവും ഉണ്ടാവും. പക്ഷെ നമ്മൾക്കിപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കവുങ്ങ് കൃഷി പറഞ്ഞാൽ ക്ലൈമറ്റിനനുസരിച്ചിട്ടുള്ള ഒരു പിടിക്കുന്ന ഒരു ഫലവൃക്ഷമാണ്. ഇപ്പം നമ്മളിപ്പോൾ കുറേ വളം ചെയ്ത് എല്ലാം ചെയ്ത് മഴക്കാലത്ത് ഈ പിടുത്ത അടക്കൊക്കെ അസുഖം വന്നു കഴിഞ്ഞാൽ ഇത് പൊഴിഞ്ഞു പോയാൽ ആ കൊല്ലത്തെ ഈൽഡിങ് കംപ്ലീറ്റ് പോയി. പിന്നെ അത് അടുത്ത കൊല്ലം നോക്കണ്ടു. അങ്ങനെ ആ ക്ലൈമറ്റിൻ്റെ ചേഞ്ചിനനുസരിച്ച് സാഹചര്യത്തിനനുസരിച്ചാണ് ഈ പിടുത്തമുണ്ടെങ്കിൽ ഇത് വലിയ നഷ്ടമില്ല. ഈ വർഷം നല്ല പിടുത്തമുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ സീസണിൽ നല്ല അടക്കയായിരുന്നു. പക്ഷേ വ്യാപകമായിട്ടുള്ള മഴ കാരണം നമ്മളെ കൃഷിയിടം കംപ്ലീറ്റ് അടക്കക്ക് മരുന്ന് തെളിയിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. മരുന്ന് തെളിയെന്ന് പറഞ്ഞാൽ ഒരു മരുന്ന് തെളിക്ക് 40 ദിവസമാണ് വാലിഡിറ്റി. പിന്നീട് വീണ്ടും 40 ദിവസം കഴിഞ്ഞ് അടിക്കണം, മരുന്ന് തെളിക്കണം. പക്ഷെ നമുക്ക് വീണ്ടും മരുന്ന് തെളിക്കാനുള്ള സാഹചര്യം ഇല്ലാതെ പോയി കാലാവസ്ഥയുടെ ഈ പ്രശ്നത്തിൽ. അതുകൊണ്ടാണ് നമ്മൾക്ക് അടക്ക കംപ്ലീറ്റ് പൊഴിഞ്ഞു പോയത്. ഇപ്പോൾ ഈ കാണുന്നതെല്ലാം പൊഴിഞ്ഞു പോയതാണ്. അടക്കയാണ്. അപ്പോൾ ഇതിപ്പോ നിങ്ങൾ ഉപയോഗിക്കില്ലേ അല്ലേ? ഇത് ക്വാളിറ്റി കുറഞ്ഞതായാലും എടുക്കില്ല. ക്വാളിറ്റി കുറഞ്ഞെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് ഒരു വക ഇത് കറുവട്ടാന്നുള്ള രീതിയിൽ ഈ അടക്ക നമ്മൾക്ക് പറക്കിയെടുത്ത് ഉണക്കിയെടുത്താൽ അതിനിപ്പോൾ നമ്മളെ ഈ സഹകരണ സ്ഥാപനം 250-300 മുമ്പ് പ്രൈവറ്റ് മേഖലയിൽ 150 രൂപ മാത്രമേ വില ഉണ്ടായിട്ടുള്ളൂ. ക്യാംകോയിൽ ഇടപെട്ട് ഇനി 250 രൂപ വില നിശ്ചയിച്ചതുകൊണ്ട് സ്വകാര്യ മേഖലയിലും വില കൂട്ടി. ഇപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് ഒരുവിധം വില കിട്ടുന്നുണ്ട്. പുതിയ അടക്കക്ക് ഇപ്പോൾ 420ഓളം രൂപ വിലയുണ്ട്. ഇതിപ്പോ ഒരു കൃഷിയായിട്ട് തന്നെ നിലനിർത്തി കൊണ്ടുപോകുന്നതിന്റെ ഒരു പ്രശ്നങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും അതിന് സമ്മിശ്രമായിട്ട് മറ്റ് വിളകളും കൂടി ഉൾപ്പെടുത്തുമ്പോഴേ അതൊരു മെച്ചപ്പെട്ട ഒരു കർഷകന് അതൊരു ലാഭകരമാക്കി മാറ്റി കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പൊ ഇവിടെ കമുകിന് ഇടവിളയായിട്ട് ചെയ്തിരിക്കുന്നത് പ്രധാനമായിട്ടും വാഴ തന്നെയാണ്. കവുങ്ങ് കൃഷിയുടെ ഇടയിൽ നമ്മൾക്ക് ഇതുപോലെയുള്ള വാഴ കൃഷി, ജാതിരിക്ക ഇങ്ങനത്തെല്ലാം കൃഷി ചെയ്താൽ അത് ഒരു നമ്മൾക്ക് ഇടയിലുള്ള ഒരു വരുമാന മാർഗമായിട്ട് കിട്ടും. കവുങ്ങിന് നമ്മൾ ഈ സ്പ്രിംഗ്ലർ സിസ്റ്റം പ്രകാരം പോകുമ്പോൾ വാഴ വെച്ച് കഴിഞ്ഞാൽ വാഴക്കും വെള്ളം അതിന് പ്രത്യേകിച്ചിട്ടൊരു വെള്ളം അടിക്കേണ്ട ആവശ്യമില്ല. വാഴ കൃഷിയിൽ നമുക്ക് നല്ല വരുമാനം എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷം വാഴക്ക് നമുക്ക് 40 രൂപ വില കുറവായിരുന്നു. അനിയന്ത്രണമായിട്ടുള്ള തെക്കൻകായുടെ ഇമ്പോർട്ട് ഇങ്ങോട്ട് വന്നതുകൊണ്ട് നേന്ത്രക്കായക്ക് നല്ലോണം വില 40 30 വരെ എല്ലാം ഇപ്പോഴും ഉള്ളത്. പക്ഷെ അതേ കണക്ക് നമ്മളൊരു നേന്ത്രക്കായ കടയിൽ പോയി വാങ്ങിക്കണമെങ്കിൽ ഇപ്പോൾ 60 രൂപ വാങ്ങിക്കുന്നുണ്ട്. പക്ഷെ കഴിഞ്ഞ വർഷം 2 വർഷം മുമ്പ് നമുക്ക് നല്ല വില ഇതിന് കിട്ടിയിരുന്നു. അന്ന് തമിഴ്നാട്ടിൽ കായൊന്നും വരാത്തത് കൊണ്ട് എനിക്കെന്നെ 1 ലക്ഷത്തോളം രൂപ ഈ നേന്ത്രക്കായിൽ തന്നെ 600-700ഓളം വാഴയിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുമാതിരി കഴിഞ്ഞ വർഷം നമ്മുടെ കൃഷി വകുപ്പ് ഈ ഓണത്തിന് വില നിയന്ത്രിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ അവർ പച്ചക്കറി വിപണന മേഖലയിൽ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ 10% കൂട്ടി, വിപണി വിലയേക്കാൾ 10% കൂട്ടി നേന്ത്രക്കായ അവർ വാങ്ങിക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് കഴിഞ്ഞ വർഷം 40 രൂപ വിലയുണ്ടാകുമ്പോൾ 58 രൂപ നൽകി നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾക്ക് തുടരെ നേന്ത്രക്കായക്ക് 60 രൂപയോളം പൊതു മാർക്കറ്റിലും നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നല്ല കാര്യങ്ങളും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. മറ്റ് ഇടവിളയായിട്ട് ചെയ്തിരിക്കുന്നത് ജാതി കുറച്ചൊക്കെ മാത്രം നട്ട് കൊടുത്തിട്ടുണ്ട്, ഞാൻ വെച്ചിട്ടുണ്ട്. അതിനിപ്പോൾ ജാതി പത്രികക്ക് ഇപ്പോൾ 1000ഓളം വിലയുണ്ട്. മറ്റേ അതിൻ്റെ കായ്ക്ക് 400 രൂപ വിലയുണ്ട്. അത് ആ സൈസാകുമ്പോൾ പറിച്ച് നമ്മൾ ഇവിടെ. എത്ര തൈകളുണ്ടാവും ജാതി മാത്രം? 10-100 തൈയുണ്ട്. 100 തൈകളുണ്ട്. കാര്യമായിട്ട് ഒരു 10-20 തൈയിൽ പിടിക്കുന്നുണ്ട്. ബാക്കി ഞാൻ നട്ടിട്ടുണ്ട്. അപ്പൊ ഈ കൊക്കോയും ജാതിയുമാണ് ഇടവിളയായിട്ടും തെരഞ്ഞെടുത്തിരിക്കുന്നത്. കൊക്കോന്റെ ഒരു പ്രശ്നമായിട്ട് പറഞ്ഞത് ഇതിന്റെ നടുവിലായിട്ട് വെച്ചു കൊടുത്ത സമയത്ത് തോട്ടി കൊണ്ട് പറിക്കാനൊരു ബുദ്ധിമുട്ടുണ്ടായി, അതുകൊണ്ട് അത് ഒഴിവാക്കി അല്ലേ? നമ്മളെ കൊക്കോ എന്ന് പറഞ്ഞാൽ കവുങ്ങിന്റെ ഇടയിൽ വെക്കുമ്പോൾ അതിങ്ങനെ പടർന്ന് വന്ന് ഇതിനെ ക്രോണിങ് ചെയ്യണം. അത് മുകളിലോട്ട് വളരാൻ പറ്റുള്ള കട്ട് ചെയ്തിട്ട് സൈഡിൽ പടർന്ന് പിടിക്കണം. അപ്പോൾ ഇത് ഇത്ര വീതിയിൽ വിട്ടിട്ട് മാത്രമേ നട്ടുകൂടൂ. അതല്ലെങ്കിൽ ഇത് എങ്ങനെ ഇതാക്കിയാലും അത് കുറച്ച് കഴിയുമ്പോൾ അത് കവുങ്ങിന്റെ ഇടയിൽ ശരിയാവില്ല. അതുകൊണ്ടാണ് ഞാൻ ജാതിരിക്കയുടെ തൈ ഈ കവുങ്ങിന്റെ ഓരോ അധികം ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അറ്റത്തോട്ട് മാറ്റി നട്ടു. ഇത് നമ്മുടെ കവുങ്ങും തോട്ടത്തിന്റെ വരമ്പിന്റെ ഓരോ സൈഡിൽ ഇതിനായിട്ട് നട്ടത്. അതിൽ നല്ല അയറലിട്ട് കൊടുത്താൽ അതിലും കായ പിടിക്കുന്നുണ്ട്. അതുപോലെ ഒരു എക്സ്ട്രാ വരുമാനമാണ്. തീർച്ചയായിട്ടും അതെ, ഇടവേളകളിലൂടെയാണ് ഒരു കർഷകൻ ശരിക്കും വരുമാനം ഉണ്ടാക്കുന്നത്, മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ ഈ കൃഷിയിടത്തിൽ ഈ 20 ഏക്കർ സ്ഥലത്ത് മറ്റൊരു വിള എന്ന് പറയുന്നത് റബ്ബറാണ്. റബ്ബർ കൃഷി പറഞ്ഞാൽ അവിടെ ഞാൻ കശുമാവ് തോട്ടാതെ ആദ്യം ഉണ്ടായത്. കശുമാവിന് ഓരോ പരമ്പരാഗതമായിട്ടുള്ള സൂക്കട് വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്കൊരു വരുമാനം മാർഗമല്ല. അത് ഒരു കൊല്ലത്തേക്ക് ക്ലൈമറ്റിന്റെ ചേഞ്ച് അനുസരിച്ചാണ് കശുവണ്ടി പിടുത്തം. അത് തളിരിടുന്ന സമയത്ത് മഴ കൂടുതലോ അല്ലെങ്കിൽ മഞ്ഞ് കൂടുതലായാൽ പൂക്കരിച്ചൽ രോഗം വന്ന് നമുക്കത് പിന്നെ അതിൽ ഈൽഡിങ് കുറയുന്നു. അത് 3 മാസം ഈ കശുമാവ് പിടുത്തുള്ളൂ.
അപ്പോൾ റബ്ബർ കൃഷിയാകുമ്പോൾ ഒരു ഇയറിൽ നമ്മൾക്ക് പ്ലാസ്റ്റിക് കിട്ടിയിട്ടും ഇയർലി നമുക്ക് കിട്ടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ റബ്ബർ കൃഷിയിലോട്ട് തിരിഞ്ഞു. ഞാൻ ഏകദേശം ഒരു 10 ഏക്കർ റബ്ബർ തോട്ടത്തിൽ ഒരു 1800-2000 റബ്ബർ വെച്ചിട്ടുണ്ട്. അതിപ്പോൾ നല്ല രീതിയിൽ പ്ലാസ്റ്റിക് ഇട്ടിട്ടും റെയിൻ ഗാർഡ് ഇട്ടിട്ടും സാധാരണ രീതിയിലും ചെത്തുന്നുണ്ട്. റബ്ബർ ഞാൻ കൃഷി നടത്താൻ പോകുന്ന സമയത്ത് റബ്ബറിന് 200 രൂപ 250 രൂപ വിലയുണ്ടായിരുന്നു. റബ്ബർ ചെത്തി അതിന് കറ എടുക്കേണ്ട സമയമാകുമ്പോൾ റബ്ബറിന് വില പുറകോട്ട് പോയിരുന്നു കുറച്ച് നാൾ. ഇപ്പോൾ വീണ്ടും റബ്ബറിന് ഇപ്പോൾ 150 രൂപയോളം വിലയുണ്ട്. പിന്നെ സർക്കാരിൻ്റെ നമ്മൾക്കൊരു റബ്ബർ പ്രൊഡക്ഷൻ ഇൻസെൻറ്റീവ്സ് ഇപ്പോൾ 170 ഇപ്പോൾ 180 ആക്കി അടുത്ത മാസമാക്കി. അതിനുശേഷം ഈ നവംബർ തൊട്ട് അത് 200 രൂപയായിട്ടും നമുക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾക്ക് റബ്ബർ കൃഷിയിൽ അങ്ങനെ ഒരു 200 രൂപ വെച്ച് അത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. പിന്നെ കാലാവസ്ഥ നമ്മൾക്കിപ്പോൾ അനുകൂലമായിട്ടുണ്ട്, നല്ല തണുത്ത കാലാവസ്ഥയാണ്. അതുകൊണ്ട് റബ്ബറിന് കറ വരുവാനുള്ള സാഹചര്യം പ്രകൃതി നമ്മളെ ഒരു തരത്തിൽ സഹായം വരുന്നുണ്ട് നമ്മൾക്ക്. അത് നമ്മൾ ഇപ്പോൾ നമുക്ക് പ്രകൃതി നമുക്ക് അനുകൂലമായിട്ടിരിക്കുകയാണ്. ഏത് സാഹചര്യത്തിൽ 2 വശം ഉണ്ടല്ലോ. അത് കർഷകർക്ക് ഇപ്പോൾ അത് ഒരു സന്തോഷത്തിൻ്റെ കാര്യം കൂടിയാണ്. നല്ല ഒരു ഇപ്പോൾ റബ്ബർ കറ നല്ല കിട്ടുന്നുണ്ട്. രാവിലെ നല്ല ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പാല് നല്ല കറയുണ്ട്. പിന്നെ റബ്ബറിനെ സംബന്ധിച്ചിടത്തോളം റെയിൻ ഗാർഡ് ഇട്ട് വെട്ടുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതിനനുസരിച്ച് സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾക്ക് ഈ ഇൻകം ഡേയ്സ് കിട്ടും, ദിവസം നമ്മൾക്ക് കിട്ടും. അതല്ലാതെ നമ്മൾ റെയിൻ ഗാർഡ് ഇടാതെ വേനൽക്കാലത്ത് മാത്രം ടാപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ അത് സാധാരണ ഈ മഴ നീണ്ടുന്നതനുസരിച്ച് ടാപ്പിങ്ങിൻ്റെ ദിനവും പോവും. ചിലപ്പോൾ ഒക്ടോബർ നവംബർ മാസം വരെ നമ്മൾ കാത്തു നിൽക്കേണ്ടി വരും. നവംബർ മാസത്തിൽ ചെത്തിക്കഴിഞ്ഞാൽ ഡിസംബർ ജനുവരി ആകുമ്പോൾ കടുത്ത ചൂട് അനുഭവപ്പെടാൻ തുടങ്ങും. പിന്നെ പാല് ഇറങ്ങില്ല. അപ്പോൾ നമ്മൾ ശരിക്കും കർഷകർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മഴക്കാലത്ത് തന്നെ പ്ലാസ്റ്റിക് ഇട്ട് ഈ റെയിൻ ഗാർഡ് ഇട്ട് വെട്ടുന്നതാണ് ഏറ്റവും ഉത്തമം. അങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് അതിനൊരു ഇൻകം നമ്മൾക്ക് കിട്ടുവാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മളിപ്പോൾ റബ്ബർ കൃഷിയിൽ വലിയൊരു തെറ്റില്ലാത്ത രീതിയിൽ നമ്മൾക്കത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് റബ്ബർ കൃഷി. അതുകൂടാതെ റബ്ബർ കൃഷിയുടെ ഇടയിൽ ഈ കൊക്കോ കൃഷി അത് വ്യാപകമാക്കിയിരിക്കുകയാണ്. ഇതിനും പ്രത്യേകിച്ചൊരു വലിയ പരിചരണത്തിൻ്റെ ആവശ്യമില്ല. കൊക്കോ നടുക, വളം ചെയ്യുക. സാധാരണ നമ്മൾ ഇപ്പോൾ വെള്ളടിച്ചു കൊടുത്താൽ പെട്ടെന്ന് വളർന്ന് വേഗം പന്തലിച്ച് കായ പിടിക്കും. ഇത് റബ്ബർ തോട്ടത്തിലാകുമ്പോൾ അതിൻ്റെ ഷെയ്ഡും മഴക്കാലത്ത് നല്ല രീതിയിൽ അതിന് വളരണം ചെയ്തു കൊടുത്താൽ അതിൻ്റെ ആ തണലിൽ അത് കയറി പോയിക്കോളും. അങ്ങനെയാണ് ഞാൻ ഈ റബ്ബർ തോട്ടത്തിൽ കൊക്കോ നടുവാനുള്ള സാഹചര്യം ഉണ്ടായത്. റംബൂട്ടാൻ പോലുള്ള ചെടികളൊക്കെ അത്യാവശ്യം നട്ടിട്ടുണ്ട്. പിന്നെ ഈ ഡ്രാഗൺ ഫ്രൂട്ട് നട്ടിട്ടുണ്ട്. റംബൂട്ടാൻ കഴിഞ്ഞ വർഷം കുറച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ പരിപാലിച്ചു പോകുന്നുണ്ട്. കുടുംബം ഭാര്യ ഹൗസ് വൈഫാണ്. 2 മക്കളാണ് എനിക്കുള്ളത്. മൂത്ത മോള് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ബാംഗ്ലൂർ ജോലി ചെയ്യുന്നു. 2ാമത്തെ മകൻ രാജഗിരി കോളേജിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നു. പിന്നെ എൻ്റെ അമ്മ എൻ്റെ കൂടെയുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ 10-30 വർഷമായി കൃഷിയുമായി മുന്നോട്ട് പോകുന്നു. അപ്പോൾ കൃഷി മൊത്തത്തിൽ നമ്മൾക്കൊരു നഷ്ടമൊന്നും പറയാൻ പറ്റില്ല. ഇതിൽ പ്രത്യേകിച്ചൊരു അഭിരുചി ഉണ്ടെങ്കിൽ ഇതുമായിട്ട് മുന്നോട്ട് പോവാം. തനത് കൃഷിയായ കവുങ്ങിനൊപ്പം ഇടവിളകളും പ്രയോജനപ്പെടുത്തിയാൽ സ്ഥിര വരുമാനവും സംതൃപ്തിയും നേടാമെന്ന് തെളിയിക്കുന്നു കാസർഗോഡ് ജില്ലയിലെ കള്ളാർ പഞ്ചായത്തിലെ കൊട്ടോടി സ്വദേശി ശ്രീ എം രഞ്ജിത്ത് നമ്പ്യാർ. അഭിമുഖം നീത ഷാജി. നിർവഹണം വിനോദ് ബാബു എച്ച്. ഹരിതവീഥി സമാപിക്കുന്നു.